ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. പ്രഭു ക്ലാസ് തുടങ്ങിയിട്ടാണോ അതെ ഞാൻ പറഞ്ഞിട്ടാണോ തുടങ്ങി? ഹരേ കൃഷ്ണ പ്രഭു, കേൾക്കാമോ? മാജി പറയുന്ന കേക്കാം മാജി, പക്ഷെ പ്രഭുവിന് എന്തോ ഉണ്ടെന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ, എനിക്ക് ഈ ശബ്ദം ക്ലിയർ ആയിട്ട് കേട്ടില്ല, എന്താ പറഞ്ഞത്? പ്രഭുവിന് എന്തോ നെറ്റ് ഇഷ്യൂ ഉണ്ട്. ഹരേ കൃഷ്ണ. ഇപ്പൊ ക്ലിയർ ആണ് മാജി, ഇപ്പൊ പറയാം. ഞാൻ പറഞ്ഞോട്ടെ പ്രഭു? പ്രഭു പറയണ ഹരേ കൃഷ്ണ. അവിടുന്നുള്ള ഞാൻ സൗണ്ട് പറയുന്നത് കേൾക്കുന്നില്ലേ? അല്ല, ഐശ്വര്യ മാതാജിയുടെ വോയിസ് ബ്രേക്ക് ആവണം, എനിക്ക് കേൾക്കുന്നുണ്ടായില്ല മാതാജി പറയണത്. പ്രഭുവിന്റേതായിരുന്നു ബ്രേക്ക് ആയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ ക്ലിയർ ആണ്. പ്രഭുവിനെ ഇപ്പൊ എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഇപ്പൊ എനിക്ക് ക്ലിയർ ആയി. യെസ് ക്ലിയർ ആയി മാതാജി. പ്രഭുവിന്റെ എന്തോ ഒരു നെറ്റ് ഇഷ്യൂ ഉണ്ടായിരുന്നു, ഇപ്പൊ ഓക്കെയാണ്. ഗൗരിപ്രിയ മാജി, പ്രഭു മാതാജി ചോദിക്കുന്നേ പ്രഭുവിന്റെ ക്ലാസ് മംഗളാചരണം പറഞ്ഞിട്ടാണോ മാജി എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത്, അതോ ആദ്യമേ പറയണമെന്നാ മാജി ചോദിക്കുന്നത്? മംഗളാചരണം കേട്ട് മതി മാതാജി. ഓക്കെ ഹരേ കൃഷ്ണ. जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद जय जय श्री चैतन्य जय नित्यानंद जय अद्वैत चंद्र जय गौर भक्त वृंद हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे जय निताय सच्चे सुत निताय सच्चे सुत निताय सच्चे सुत गौरा हरि जय गौरा निताय पतित पावन गौरा निताय जय पंच तत्व जय गौरा जय श्री रूप सनातन भट्टर गुनाथ श्री जीव गोपाल भट्ट दासर गुनाथ जय जय प्रभुपाद जय जय प्रभुपाद जय जय गुरुदेव गुरुदेव जय जय गुरुदेव नित्य गौर हरि बोल हरि बोल नित्य गौर हरि बोल। श्री गुरुनिताय की जय, पंचतत्व की जय, गौरांग भक्तवृंद की जय, ग्रंथराज श्री चैतन्य चरितामृतम की जय, कृष्णदास कविराज गोस्वामी पाद की जय, षड गोस्वामी प्रभुपाद की जय, श्रील प्रभुपाद की जय, गुरुदेव की जय, गौर प्रेमानंदे हरि हरि बोल। ॐ अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूपा कथा मह्यं ददाति स्वपदान्तिकं वन्देऽहं श्रीगुरून् श्रीयुतापदकमलं श्रीगुरून् वैष्णवांश्च श्रीरूपं साग्रजातं सहगणरघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सहगणललिता श्रीविशाखान्वितांश्च हे कृष्ण करुणा सिन्धो दीनबन्धो जगत्पते
गोपेश गोपिका कांद राधा कांद नमोस्तुते। तप्तकांचन गौरांगी राधे वृंदावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये। वाञ्छाकल्पतरुपश्च कृपा सिन्धुभ्यैव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैता गदाधर श्रीवासादि गौरभक्तवृंद। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। ഹരേ കൃഷ്ണ. സോ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ഒരു എന്താ എനിക്ക് ജസ്റ്റ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തെന്നൊരു സമ്മറി കിട്ടിയാൽ കൊള്ളായിരുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. പ്രണാമം പ്രഭു. എനിക്ക് കുറച്ച് അറിയാമോ കിട്ടിയ പോലെ പറയാം പ്രഭു. അത്ര പ്രഭു. ഇന്നലെ ശ്ലോക നമ്പർ 53 മുതലാണ് തുടങ്ങിയത് ക്ലാസ്. അപ്പൊ അതിലിങ്ങനെ അന്ത്യലീലയില് വളരെ വിശദീകരിച്ചിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളുടെ ഒരു സംക്ഷിപ്ത രൂപമാണ് കുറച്ച് ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. കൃഷ്ണദാസ് കവിദാസ് ഗോസ്വാമി പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. മഹാപ്രഭു ആ സമയത്ത് മുഴുവൻ സമയവും വിരഹഭാവത്തിലായിരുന്നു. ഭഗവാൻ ജഗന്നാഥനെ കാണുമ്പോൾ ദീർഘകാലത്തെ വിരഹത്തിന് ശേഷം കൃഷ്ണനെ കുരുക്ഷേത്രത്തിൽ കണ്ടുമുട്ടിയ ഗോപസ്ത്രീകളുടെ ഭാവമായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞത്. പിന്നെ ജഗന്നാഥ ക്ഷേത്രം സന്ദർശിക്കുമ്പോഴൊക്കെ അദ്ദേഹം കുരുക്ഷേത്രത്തിൽ കൃഷ്ണനെ കാണാൻ വന്ന ഗോപിമാരുടെ വിചാരങ്ങളിൽ മുഴുകിയിരുന്നു. പിന്നെ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥ രഥത്തിന് മുമ്പിൽ നൃത്തം ചെയ്യുമ്പോൾ പ്രത്യേകമായി പാടിയിരുന്ന 2 വരികളെ കുറിച്ച് ശ്ലോക നമ്പർ 54 പറഞ്ഞിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു. ആ വരികളുടെ ട്രാൻസ്ലേഷൻ ആർക്കു വേണ്ടിയാണോ ഞാൻ കാമാഗ്നിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നത് ആ പ്രാണനാഥനെ എനിക്ക് ലഭിക്കുന്നു. ഇതുമായി റിലേറ്റ് ചെയ്ത് ഇതില് കാമം അല്ലെങ്കിൽ കാമേച്ഛ, ഇതിൽ ഗോപിമാർ കൃഷ്ണനെ കാമാഭിലാഷത്തോടെ സമീപിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നല്ലോ. അപ്പോൾ ഭൗതികമായ ലോകത്തിൽ നിന്നും വ്യത്യസ്തമായ ഗോപിമാരുടെ കാമേച്ഛയെ കുറിച്ച് പറഞ്ഞു. പിന്നെ ശ്രീല പ്രഭുപാദർ ഒരു പാസ്റ്റ് ടൈം ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് പറഞ്ഞു. പ്രഭുപാദരുടെ അടുത്ത് ഒരു ദമ്പതിമാര് കൃഷ്ണലീലയെ കുറിച്ച് പറയണമെന്ന് ആവശ്യപ്പെട്ടു ചെന്നു. ആദ്യം പ്രഭുപാദ് ഒന്നും പറഞ്ഞില്ല. പിന്നീട് കൂടുതൽ നിർബന്ധിച്ചപ്പോൾ പ്രഭുപാദ് പറഞ്ഞു, അത് കേൾക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടാകാം, പക്ഷെ അത് പറയാനുള്ള കഴിവ് എനിക്കില്ല എന്ന് പറഞ്ഞ് പ്രഭുപാദ് അത് പറഞ്ഞില്ല എന്ന് പറഞ്ഞു. പിന്നെ സന്യാസിയായിരുന്ന മഹാപ്രഭുവിന് ഒരു കാമേച്ഛകൾക്കും ചലിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല. കൃഷ്ണനോടുള്ള പരിശുദ്ധ പ്രേമ മൂലം അദ്ദേഹം കൃഷ്ണനിൽ നിന്നുള്ള വിരഹത്തിന്റെ അഗ്നിയിൽ ദഹിക്കുകയായിരുന്നു. ഈ വരികൾ അദ്ദേഹം ഈ 54 ശ്ലോക ഈ വരികൾ അദ്ദേഹം ദിവസത്തിന്റെ 2-ാം യാമത്തിൽ ആലപിക്കുമായിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പിന്നെ ദ്വാരകയുടെ ഐശ്വര്യം ഇഷ്ടപ്പെടാതിരുന്ന ഗോപിമാര് ഭഗവാനെ വൃന്ദാവനത്തിലേക്ക് കൊണ്ടുപോകാൻ ആഗ്രഹിച്ചു. അതുപോലെ മഹാപ്രഭു രഥത്തിന് മുമ്പിൽ നിന്ന് നൃത്തം ചെയ്ത് പുറകിലേക്ക് പോയി കഴിയുമ്പോ ജഗന്നാഥിന്റെ രഥം അവിടുന്ന് ചലിക്കുമായിരുന്നില്ല. മഹാപ്രഭു മുമ്പിൽ വന്ന് നൃത്തം ചെയ്യുമ്പോൾ മാത്രമേ ജഗന്നാഥിന്റെ രഥം ചലിച്ചിരുന്നുള്ളൂ. ഒരു ദിവസം ഇതുപോലെ ജഗന്നാഥ രഥത്തിന് മുമ്പിൽ നൃത്തം ചെയ്തിരുന്ന ഭഗവാൻ ആർക്കും അർത്ഥം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു ശ്ലോകം ചൊല്ലി. ശ്ലോക നമ്പർ 58 രൂപഗോസ്വാമിയുടെ പദ്യാവലിയില് 386 ആയിട്ട് കാണുന്ന ശ്ലോകമാണ്. അപ്പോ ഈ ശ്ലോകത്തിന്റെ യഥാർത്ഥത്തിലുള്ള അർത്ഥം ശ്രീ സ്വരൂപ ദാമോദരന് മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. ഒരു വർഷം യാദൃശ്ചികമായി അവിടെ വന്നു ചേർന്ന രൂപഗോസ്വാമി ചൈതന്യ മഹാപ്രഭു ഈ ശ്ലോകം കേൾക്കുകയും അദ്ദേഹം ഉടൻ തന്നെ അതിന്റെ അർത്ഥം വിവരിക്കുന്ന മറ്റൊരു ശ്ലോകം രചിക്കുകയും ചെയ്തു. ഇത്രയാണ് ഇന്നലത്തെ ക്ലാസിന്റെ ഒരു ഷോർട്ടായിട്ട് പറയാനുള്ളത്. ഹരേ കൃഷ്ണ. ഇനി അടുത്ത ശ്ലോക നമ്പർ 61 വരെയാണ് അതുള്ളത്. അത് 61 മുതൽ ഉള്ളത്. ശരി, താങ്ക് യു മാതാജി, താങ്ക് യു സോ മച്ച്. എന്തായാലും ക്ലാസ് എന്താ പറയാ വളരെ ശ്രദ്ധയോടെ തന്നെ മാതാജി കേട്ടെന്ന് മനസ്സിലായില്ലേ. താങ്ക് യു സോ മച്ച് മാതാജി. ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം. ടെക്സ്റ്റ് ശ്ലോക 61 അല്ലേ ഇന്ന് സ്റ്റാർട്ട് ചെയ്യേണ്ടത്? ഓക്കെ. മലയാളത്തിലെ മാതാജി വായിക്കില്ലേ ശബ്ദാർത്ഥവും വിവർത്തനവും? വായിക്കാം പ്രവേശ്. ഓക്കെ, താങ്ക് യു.
ശ്ലോക നമ്പർ 61. ശ്ലോക കരേ കതാല പത്രത്തെ ലിഖിയ അപനവസര ചലേ രാഖില ഗുഞ്ചിയ. വായിച്ചോട്ടെ ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: ശ്ലോക കരി, ശ്ലോകം രചിക്കുക. ഏക, ഒന്ന്. താലപത്രേതെ, പനയോലയിൽ. ലിഖിയ, എഴുതുക. ആപന, സ്വന്തം. വാസാര, വസതിയുടെ. ചാലെ, ഉത്തരത്തിൽ. രഖീല, സൂക്ഷിച്ചു. മുഞ്ചിയ, തിരുകുക. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. രൂപ ഗോസ്വാമി ഈ ശ്ലോകം രചിച്ച ശേഷം ഒരു പനയോലയിൽ എഴുതി താൻ വസിച്ചിരുന്ന ഓലമേഞ്ഞ വീടിന്റെ ഉത്തരത്തിൽ തിരികെ സൂക്ഷിച്ചു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോക 62. ശ്ലോക രാഖി ഗേല സമുദ്ര സ്നാന കരീത്തെ ഹേന കാലേ ഐല പ്രഭു താനരെ മിലിത്തെ. ശബ്ദാർത്ഥം: ശ്ലോകരാഖി, ശ്ലോകം അപ്രകാരം സൂക്ഷിച്ച്. ഗേല, പോയി. സമുദ്രസ്നാനം കരീതെ, ചെയ്യാൻ. ഹേന കാലെ, ആ സമയത്ത്. ആയില, വന്നു. പ്രഭു, ഭഗവാൻ ശ്രീ ചൈതന്യ മഹാപ്രഭു. താൻ ഹാരെ, അദ്ദേഹത്തെ. മിലീതെ, സന്ദർശിക്കുവാൻ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. രൂപ ഗോസ്വാമി ഈ ശ്ലോകം രചിച്ച് വീടിന്റെ ഉത്തരത്തിൽ തിരികെ വച്ച ശേഷം സമുദ്രത്തിൽ സ്നാനം ചെയ്യാൻ പോയി. ആ സമയത്ത് ഭഗവാൻ ചൈതന്യ മഹാപ്രഭു അദ്ദേഹത്തെ സന്ദർശിക്കാനായി ആ കുടിലിലേക്ക് വന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ശ്ലോക 63. ഹരിദാസ ഠാകുര ആര രൂപ സനാതന ജഗന്നാഥ മന്ദിരേ നായന തീന ജന. ശബ്ദാർത്ഥം: ഹരിദാസ ഠാക്കുറ, ശ്രീല ഹരിദാസ് ഠാക്കൂർ. ആര, രൂപ സനാതന, ശ്രീല രൂപ ഗോസ്വാമിയും ശ്രീ സനാതന ഗോസ്വാമിയും. ജഗന്നാഥ മന്ദിരെ, ജഗന്നാഥ ഭഗവാന്റെ ക്ഷേത്രത്തിൽ. ന, ഇല്ല. യാന, പോവുക. ദിനജന, 3 വ്യക്തികൾ. വിവർത്തനം ബൈ ശില പ്രഭുപാദ് കി ജയ്. കോലാഹലങ്ങൾ ഒഴിവാക്കാനായി ഹരിദാസ് ഠാക്കൂർ, ശ്രീല രൂപ ഗോസ്വാമി, ശ്രീല സനാതന ഗോസ്വാമി എന്നീ 3 മഹത് വ്യക്തികളും ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശിച്ചിരുന്നില്ല. ഭാവാർത്ഥം ബൈ ശില പ്രഭുപാദ്. ഹിന്ദുമതം എന്നറിയപ്പെടുന്ന വൈദിക സംസ്കാരത്തെ കർശനമായി പിന്തുടരാത്തവർക്ക് ജഗന്നാഥ ക്ഷേത്രത്തിനുള്ളിൽ പ്രവേശനം അനുവദിക്കുകയില്ലെന്നത് ഇപ്പോഴും പാലിക്കപ്പെടുന്ന ഒരു ആചാരമാണ്. ശ്രീല ഹരിദാസ് ഠാക്കൂറിനും ശ്രീല രൂപ ഗോസ്വാമിക്കും ശ്രീല സനാതന ഗോസ്വാമിക്കും മുമ്പ് മുസ്ലിങ്ങളുമായി വളരെ ഉറ്റ ബന്ധങ്ങൾ ഉണ്ടായിരുന്നു. ഹരിദാസ് ഠാക്കൂർ ജനിച്ചത് ഒരു മുസ്ലിം കുടുംബത്തിലായിരുന്നു. ശ്രീല രൂപ ഗോസ്വാമിയും ശ്രീല സനാതന ഗോസ്വാമിയും ഹിന്ദു സമൂഹത്തിലെ അവരുടെ സാമൂഹിക പദവികൾ ഉപേക്ഷിക്കുകയും മുസ്ലിം ഭരണകൂടത്തിൽ മന്ത്രിമാരായി നിയമിക്കപ്പെടുകയും ചെയ്തിരുന്നു. അവർ അവരുടെ പേരുകൾ ദബീര ഖാസ എന്നും സാക്കര മല്ലിക് എന്നും മാറ്റുക പോലും ചെയ്തിരുന്നു. അപ്രകാരം അവർ ബ്രാഹ്മണ സമൂഹത്തിൽ നിന്ന് ബഹിഷ്കരിക്കപ്പെട്ടവരായി കരുതപ്പെട്ടിരുന്നു. തത്ഫലമായി വിനയം മൂലം അവർ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നില്ല. എന്നാൽ ഭഗവാൻ ജഗന്നാഥൻ ചൈതന്യ മഹാപ്രഭുവുമായുള്ള തന്റെ രൂപത്തിൽ അവരെ കാണാൻ എന്നും സ്വയം വരുമായിരുന്നു. അതുപോലെ ഈ കൃഷ്ണാവബോധ സമിതിയിലെ അംഗങ്ങൾക്കും ചിലപ്പോൾ ഭാരതത്തിലെ ചില ക്ഷേത്രങ്ങളിൽ പ്രവേശനം നിഷേധിക്കാറുണ്ട്. നാം ഹരേ കൃഷ്ണ മന്ത്രം കീർത്തനം ചെയ്യുന്നിടത്തോളം നമുക്കതിൽ വിഷമം തോന്നേണ്ടതില്ല. തന്റെ തിരുനാമ ജപത്തിൽ ഏർപ്പെടുന്നവരുമായി കൃഷ്ണൻ സ്വയം സമ്പർക്കം പുലർത്തുന്നു. ആകയാൽ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ കഴിയാത്തതിൽ അസന്തുഷ്ടരാകേണ്ട കാര്യമില്ല. ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ യോഗ്യരല്ലെന്ന് കരുതപ്പെട്ടവരെ ചൈതന്യ മഹാപ്രഭു ദിവസവും സന്ദർശിച്ചിരുന്നു. ചൈതന്യ മഹാപ്രഭു ഈ വിലക്കുകളെ അംഗീകരിച്ചിരുന്നില്ലെന്ന് ഇത് സൂചിപ്പിക്കുന്നു. എന്നിരുന്നാലും അനാവശ്യമായ കോലാഹലങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടി ഈ മഹത് വ്യക്തികൾ ജഗന്നാഥ ക്ഷേത്രത്തിൽ പ്രവേശിച്ചിരുന്നില്ല. ശില പ്രഭുപാദ് കി ജയ്. ഹരേ കൃഷ്ണ. ഓക്കെ, ഹരേ കൃഷ്ണ. ഇപ്പോ നമ്മള് ആക്ച്വലി ഈ ഇപ്പൊ നമ്മള് ഭാഗം
ക്ലിയർ അല്ല. ഒന്നും മനസ്സിലാവണില്ല പ്രഭുജി. ഹരേ കൃഷ്ണ, വോയിസ് ബ്രേക്ക് ആവുന്നു പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. എന്റെ ശബ്ദം ബ്രേക്ക് ആവുന്നല്ലോ. ഓക്കെ. ഇപ്പൊ ക്ലിയർ ആയോ? ഇപ്പൊ ക്ലിയർ ആണ്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, അപ്പോ നമ്മള് ഞാനിപ്പോ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, പണ്ടൊക്കെ ക്ലാസ്സിൽ കേൾക്കുമ്പോ ഞങ്ങൾ കേട്ടിട്ടുണ്ട് ഇങ്ങനെ പറയുന്നത്. അതായത് പണ്ട് ഈ വാരികകളൊക്കെ ഉണ്ടായിരുന്നു, ആഴ്ചപ്പതിപ്പുകളൊക്കെ. അപ്പൊ അതിലിങ്ങനെ ഈ നോവലൊക്കെ എഴുതുന്ന നോവലിസ്റ്റുകള് ഇങ്ങനെ എന്താ പറയാ, അടുത്ത ആഴ്ച വീണ്ടും ഈ ആഴ്ചപ്പതിപ്പ് വാങ്ങിക്കാനായിട്ട് ലാസ്റ്റിൽ അവര് കൊണ്ട് എന്തെങ്കിലും ഒരു സസ്പെൻസിൽ കൊണ്ട് നിർത്തിക്കും. അപ്പൊ നമുക്ക് ഭയങ്കര ആകാംക്ഷയാവും. അപ്പൊ അതെന്താണ് അടുത്ത ആഴ്ച എന്നുള്ളത്. നമ്മൾ അടുത്ത ആഴ്ച വരെ കാത്തിരിക്കും. അപ്പോഴേക്കും വേഗം ആഴ്ചപ്പതിപ്പ് വരുമ്പോഴേക്കും നമ്മൾ വാങ്ങിച്ചത് വായിക്കുമല്ലോ. അപ്പൊ ഒരു സസ്പെൻസ് ക്രിയേറ്റ് ചെയ്ത് നമ്മളെ ഇങ്ങനെ എന്താ പറയാ, മുൾമുനയിൽ നിർത്തിക്കുക എന്ന് പറയും. ഇപ്പോഴത്തെ സീരിയലുകളിലൊക്കെ നമുക്ക് അനുഭവിക്കുന്ന ഈ അനുഭവം തന്നെ. അപ്പോ കവിരാജ ഗോസ്വാമി ഇപ്പൊ അത് മനഃപൂർവ്വം അല്ലെങ്കിലും അദ്ദേഹം എഴുതിയ ആ ഒരു രീതിയില് ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ആക്ച്വലി വളരെ ബ്രീഫായിട്ടാണ് കവിരാജ ഗോസ്വാമി അത് പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട്, ഇതെല്ലാം കഴിഞ്ഞിട്ട് കവിരാജ ഗോസ്വാമി പറയും, ഞാൻ ഇതിപ്പോ ഈ പറഞ്ഞൊക്കെ ബ്രീഫായിട്ടാണ്, ഞാൻ ഇനി ഇതിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇതിന് ഓരോ ഇൻസിഡൻസിനെ ഇനി ഡീറ്റെയിൽ ആയിട്ട് കവിരാജ ഗോസ്വാമി അത് വരുന്ന അധ്യായങ്ങളിലും വരുന്ന ശ്ലോകങ്ങളിലെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പോ നമ്മളിപ്പോ എത്തി നിൽക്കുന്നത് മഹാപ്രഭു സന്യാസം സ്വീകരിച്ചതിന് ശേഷം ജഗന്നാഥ് പുരിയിൽ പോകുന്നതും ജഗന്നാഥ് ഭഗവാനെ കാണുമ്പോഴും മഹാപ്രഭുവിനുണ്ടാവുന്ന ഇന്നർ ഫീലിങ്സ്, മഹാപ്രഭുവിന്റെ ഉള്ളിലുള്ള ആ വിചാരങ്ങളും എന്താ പറയാ, ഭാവതലങ്ങളെ പറ്റിയിട്ടൊക്കെയാണ് ഇപ്പൊ നമ്മള് മുൻപത്തെ ശ്ലോകങ്ങളിൽ കണ്ടത്. ഇപ്പോ ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മഹാപ്രഭുവിനെ പറ്റിയിട്ട് മഹാപ്രഭുവിന്റെ അനുയായി തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ജയ ഗൗര സൈ കൃഷ്ണ സൈ ജഗന്നാഥ്, ഓൾ ഗോസ് ടു ഗൗരംഗ മഹാപ്രഭു ഹു ഈസ് നൺ അതർ ദാൻ കൃഷ്ണ ആൻഡ് ജഗന്നാഥ്. അതായത് മഹാപ്രഭു തന്നെയാണ് കൃഷ്ണനും ജഗന്നാഥും. ഓക്കെ, അപ്പോ ഇവിടെ രണ്ട് ജഗന്നാഥ് ഉണ്ട് അല്ലെ. ഒന്ന് മഹാപ്രഭു, ഒന്ന് ജഗന്നാഥ് മൂർത്തി. അതായത് പുരി അമ്പലത്തിലിരിക്കുന്ന ജഗന്നാഥ മൂർത്തി അല്ലെ. അപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു കാര്യമാണ് മനസ്സിലാക്കണ വെച്ചാൽ, ജഗന്നാഥിന്റെ ഒരു ഇന്റേണൽ മൂഡ് കൂടി നമ്മൾ ഇവിടെ മനസ്സിലാക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, മഹാപ്രഭു ആക്ച്വലി പുരി ധാമം മഹാപ്രഭുവിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് തെരഞ്ഞെടുക്കാൻ തന്നെ ഉണ്ടായ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ, എല്ലാ ജനങ്ങൾക്കും ജഗന്നാഥിന്റെ അല്ലെങ്കിൽ പുരിധാമത്തിന്റെ മഹിമ കൂടി മനസ്സിലാക്കിയാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതായിരുന്നു ഇന്റേണൽ റീസൺ. എക്സ്റ്റേണൽ റീസൺ ആയിട്ട് പറയാം, എന്താ പറയുക, സച്ചിമാത പറഞ്ഞു ദൂരേക്ക് പോകരുതെന്ന്. അപ്പൊ അത് അമ്മയുടെ വാക്ക് പാലിക്കാനായിട്ട് നവദ്വീപിനോട് കുറച്ച് അടുത്ത് തന്നെയാണ്, തൊട്ടടുത്ത സ്റ്റേറ്റാണ് ഒഡീഷ. അപ്പോൾ അവിടെ ഒറീസയില് പുരിയില് മഹാപ്രഭു നിന്നു എന്ന് പറയാം. അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഭയങ്കര ദൂരമാണ്. പിന്നെ പണ്ട് എന്താ പറയുക, ഇതുപോലെ ട്രെയിനും ഫ്ലൈറ്റും ഒന്നും ഇല്ല. അപ്പോൾ നടന്നാണ് പോയിരുന്നത് അവര്. അപ്പോൾ ഭയങ്കര ദൂരമാണ്. അതുകൊണ്ട് പുരിധാമത്തിൽ വന്നു എന്ന് എന്താ പറയുക, എക്സ്റ്റേണൽ റീസൺ ഉണ്ട്. പക്ഷെ എന്നാൽ ഇന്റേണൽ റീസൺ എന്താണെന്ന് വെച്ചാൽ, മഹാപ്രഭുവിന് ജഗന്നാഥിന്റെയും അല്ലെങ്കിൽ പുരിധാമത്തിന്റെയും മഹിമ എല്ലാവരെയും അറിയിക്കണം എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മഹാപ്രഭു സന്യാസം എടുത്തതിനു ശേഷം ജഗന്നാഥിന്റെ അല്ലെങ്കിൽ ജഗന്നാഥ് പുരി ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ട് സ്വീകരിച്ചത്. അപ്പോ ഇവിടെ അത് ജഗന്നാഥിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ജഗന്നാഥ് ആക്ച്വലി, അതായത് പുരിധാമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. പുരിധാമത്തില് അതായത് ഭഗവാന്റെ അമ്പലം, അതായത് ജഗന്നാഥ് പുരി അമ്പലം, പുരുഷോത്തമ ക്ഷേത്രം ഇരിക്കുന്നത്, ആ സ്ഥലം അല്ലെങ്കിൽ ആ ഒരു ഭാഗത്തിനെ ദ്വാരകയായിട്ടാണ് കണക്കാക്കുന്നത്. കാരണം ഭഗവാൻ, അവിടെ ഇരിക്കുന്ന ജഗന്നാഥ് ഭഗവാൻ ആക്ച്വലി ദ്വാരക കൃഷ്ണനാണ്. ഓക്കെ, അത് വൃന്ദാവനത്തിലെ കൃഷ്ണനല്ല.
ദ്വാരകാകൃഷ്ണനാണ്. അതുകൊണ്ടാണ് കൃഷ്ണനും ബലരാമനും സുഭദ്രയുടെയും കൂടെ ഇരിക്കുന്ന ജഗന്നാഥൻ. പിന്നെ അവിടെ എല്ലാം വർഷിപ്പ് എല്ലാം അവിടെ ചെയ്യുന്ന ആരാധന എല്ലാം വളരെ opulent ആണ്. ഭയങ്കര ഐശ്വര്യത്തോടു കൂടിയാണ് ജഗന്നാഥനെ വർഷിപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി നമ്മള് രഥയാത്ര നടത്തുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ രഥയാത്രയ്ക്ക് ഭഗവാനെ നീലാചലത്തിൽ നിന്ന് സുന്ദരാചലത്തിലേക്ക്, അതായത് പുരുഷോത്തമ ക്ഷേത്രത്തിൽ നിന്ന് ഗുണ്ടീച ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ ആക്ച്വലി ഗുണ്ടീച ക്ഷേത്രത്തില് രാധാറാണി ഉണ്ട്. രാധാറാണിയും ഗോപികമാരെയും കാണാനായിട്ട് മഹാപ്രഭു ജഗന്നാഥ് അവിടെ ഇരുന്ന് എന്താ പറയാ 6 ദിവസം അവിടെ ഇരുന്നിട്ട് ഗോപികമാരുടെയും രാധാറാണിയുടെയും കൂടെ രാസലീല ചെയ്യുന്നതായിട്ടാണ് അവിടെ അതിന്റെ ചരിത്രം. മഹാപ്രഭു ജഗന്നാഥ് അവിടെ പോയി അത് തന്നെയാണ് ചെയ്യുന്നത് ആക്ച്വലി. അപ്പൊ ഈ ഗുണ്ടിച ക്ഷേത്രം എന്ന് പറയുന്നത് വൃന്ദാവനവും. ഇനി മഹാപ്രഭു അവിടെ നിന്ന്, അതായത് കാശി മിശ്രയുടെ വീട്ടിലെ മഹാപ്രഭുവിന്റെ മുറിയുടെ പേരാണ് ഗംഭീര. ഈ ഗംഭീര അവിടെ ഉള്ളത് കൊണ്ടും അതിനെ നവദ്വീപ് ധാമമായിട്ടും കണക്കാക്കുന്നു. അപ്പൊ പുരി ധാം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയുള്ളത്? ജഗന്നാഥ് പുരി ഉണ്ട്, അല്ല പുരി ധാമാണ്. അവിടെ ദ്വാരകയുണ്ട്, വൃന്ദാവനം ഉണ്ട്, അവിടെ നവദ്വീപ് ധാമം ഉണ്ട്. ഈ 3 ധാമങ്ങളും ഉള്ള സ്ഥലമാണ് പുരി ധാമം എന്ന് പറയുന്നത്. അത്രയും ഭയങ്കര ശ്രേഷ്ഠമാണ് പുരി ധാമത്തിന്റെ മഹിമ. അപ്പോ ഇനി വേറൊരു കാര്യം കൂടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജഗന്നാഥ് ദ്വാരക കൃഷ്ണനാണെങ്കിൽ കൂടി കൃഷ്ണന്റെ ആ ഒരു ഭാവം എന്ന് പറയുന്നത് ആക്ച്വലി ജഗന്നാഥ ഭഗവാൻ എന്താണ് മനസ്സുകൊണ്ട് അല്ലെങ്കിൽ ഉള്ളിലെ എന്താണ് ഭഗവാന്റെ ഇന്റേണൽ മൂഡ്, ആ ഉള്ളിലെ ഭാവം എന്താണെന്ന് വെച്ചാൽ, കൃഷ്ണൻ ആക്ച്വലി വൃന്ദാവനത്തിലുള്ള വ്രജവാസികളെ, തന്റെ ഗോപികമാരെയും രാധാണിയും കൂട്ടുകാരെയും അച്ഛനും അമ്മയും എല്ലാം പിരിഞ്ഞിരിക്കുന്ന ആ ഒരു സെപ്പറേഷൻ മൂഡിൽ, വിപ്രലംബ ഭാവത്തിലാണ് ജഗന്നാഥ് ഇരിക്കുന്നത്. ഇപ്പൊ ഈവൻ നമ്മുടെ ആചാര്യാസ് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, വൈകുണ്ഠത്തിനും മുകളിലാണ് അയോധ്യ ഉള്ളത്, അയോധ്യയ്ക്ക് മുകളിലാണ് ദ്വാരക ഉള്ളത്, ദ്വാരകയ്ക്ക് മുകളിലാണ് മധുര ഉള്ളത്. പക്ഷെ ഭക്തിവിനോദ് ഠാക്കൂർ പറയണെന്ന് വെച്ചാൽ, ദ്വാരകയുടെയും മധുരയുടെയും ഇടയില്, അതായത് ദ്വാരകയ്ക്ക് മുകളിലായിട്ട് ജഗന്നാഥ് പുരി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ജഗന്നാഥ് പുരി വരുന്നത് ദ്വാരകയുടെയും മധുരയുടെയും ഇടയിലായിട്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, സംഭവം ജഗന്നാഥ് ദ്വാരക കൃഷ്ണനാണ്. പക്ഷെ എന്നാലും ദ്വാരകയെക്കാളും മുകളിലാവാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ജഗന്നാഥിന്റെ എന്താ പറയാ ഇന്റേണൽ മൂഡാണ്. അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മുടെ ജഗന്നാഥ അഷ്ടകത്തില് പറയുന്നുണ്ട്, ഭുജേ സവേവേനും ശിരസി ശിഖിപീച്ചം കടി തടേ ദുഃഖുലം നേത്രാന്തെ സഹചരി കടാക്ഷം വിദധതി സദാ ശ്രീമദ്വൃന്ദാവന വസതി ലീലാ പരിചയോ ജഗന്നാഥ സ്വാമി നയന പദഗാമി ഭവതു മേ. ഇപ്പോ ജഗന്നാഥ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, സംഭവം ജഗന്നാഥിന്റെ കയ്യില് നമ്മൾ നോക്കി കഴിഞ്ഞാൽ ശംഖും ചക്രവും ഒക്കെയാണ് കാണുന്നുണ്ടെങ്കിലും, പക്ഷെ ജഗന്നാഥിന്റെ ആ ഭാവം, ആ അന്തരംഗമായിട്ടുള്ള ആന്തരിക ഭാവത്തില് ആക്ച്വലി ജഗന്നാഥിന്റെ കയ്യില് ഭുജേ സവ്യ വേണു, ഭഗവാന്റെ കയ്യില് എന്താണ് ഓടക്കുഴലുള്ളത്. ശിരസി ശിഖി പീച്ചം, അതായത് തലയില് മയിൽപീലിയും ദുഃഖൂലം നേത്രാന്തെ സഹചരി കടാക്ഷം വിദധാത്തെ, അതായത് ഈ ഓടക്കുഴലും മയിൽപീലിയെല്ലാം ചൂടിയിട്ട് ഭഗവാൻ എന്താ ചെയ്യുന്നത്? ദുഃഖൂലം നേത്രാന്തെ, അതായത് ഭഗവാന്റെ ആ ഇടക്കണ്ണുകൊണ്ട് ഭഗവാൻ സദാ എപ്പോഴും നോക്കിയിരിക്കുന്നത് ആരെയാണ്? സദാ എന്താ പറയാ ഭഗവാന്റെ കൂടെ എപ്പോഴുമുള്ള സന്തത സഹചാരികളായിട്ടുള്ള വ്രജവാസികളെ നോക്കിക്കൊണ്ട് ഭഗവാൻ കടാക്ഷം, അതായത് കണ്ടുകൊണ്ട് അവരെ നോക്കിക്കൊണ്ട് അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുക എന്നാ പറയുന്നത്. അപ്പൊ ജഗന്നാഥ് ആക്ച്വലി വൃന്ദാവൻവാസികൾ അല്ലെങ്കിൽ വ്രജവാസികളെ തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഗോപികമാരെയും രാധാണിയും എല്ലാം എന്താ പറയാ പിരിഞ്ഞിരിക്കുന്ന ആ വിരഹഭാവത്തിൽ ഇരിക്കുന്ന കൃഷ്ണനായിട്ടാണ് ജഗന്നാഥ് അവിടെ ഇരിക്കുന്നത്. അപ്പോ എന്താ പറയാ മഹാപ്രഭുവിന് ആക്ച്വലി ബെസ്റ്റ് പ്ലേസ് ആണിത്. ആക്ച്വലി മഹാപ്രഭു ആരാണ്? രാധാറാണിയുടെ ഭാവത്തിൽ വന്നിരിക്കുന്ന കൃഷ്ണനാണ് അല്ലെ. അപ്പോ എന്താ പറയാ ഇവിടെ ജഗന്നാഥ് എങ്ങനെയായിരിക്കുന്നത്? വൃന്ദാവനത്തിലുള്ള ഗോപികമാരെയും രാധാറാണിയും മിസ് ചെയ്തുകൊണ്ടാണ് കൃഷ്ണൻ ഇരിക്കുന്നത്. ഈ മഹാപ്രഭു ആ കൃഷ്ണൻ തന്നെ എന്താ പറയാ രാധാറാണിയുടെ ഭാവത്തിൽ വന്നിട്ട്
ജഗന്നാഥിനെ വിളിക്കുകയാണ്. ഇങ്ങോട്ട് എന്താ പറയാ, മുമ്പത്തെ ശ്ലോകത്തിൽ നമ്മൾ വായിച്ചു അല്ലെ, എന്താ പറയാ, ഈ ദ്വാരക ഈ ഐശ്വര്യം ഒന്നും എനിക്ക് സെറ്റ് ആവില്ല, അതുകൊണ്ട് എനിക്ക് സെറ്റ് ആവുന്ന ഒരു ഭാവമുണ്ട്. അതായത് മഹാപ്രഭു, ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഭാവത്തിലാണ് അല്ലെ. അപ്പൊ രാധാറാണി ആയിട്ട് ജഗന്നാഥനെ വിളിക്കുകയാണ്. എങ്ങനെ, എനിക്ക് എന്താ പറയാ, എന്റെ കൂടെ കാളിന്തിയിൽ വന്ന യമുനയുടെ തീരത്ത് എന്താ പറയാ, മഞ്ഞ പട്ടു പീതാംബരം എല്ലാം ചുറ്റി എന്താ പറയാ കൃഷ്ണനായിട്ട് വന്ന അതേ ഭാവത്തില് എന്റെ കൂടെ വരൂ, നമുക്ക് ഒരുമിച്ച് എന്താ പറയാ രാസനൃത്തം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരുമിച്ച് നമുക്ക് കൂടാമെന്ന് പറഞ്ഞിട്ട് മഹാപ്രഭു ജഗന്നാഥനെ ഇൻവൈറ്റ് ചെയ്യാണ്. അപ്പൊ ഈ ഒരു ഭാവത്തില്, അതായത് എന്താ പറയാ, രണ്ടുപേരും ഇന്റർ സെപ്പറേഷനിലാണ്. ആര്, ജഗന്നാഥ് കൃഷ്ണനായിട്ട് എന്താ പറയാ ദ്വാരക കൃഷ്ണനായിട്ട് വൃന്ദാവനത്തിനെ മിസ് ചെയ്യുന്നു, രാധാറാണിനെ മിസ് ചെയ്യുന്നു. ചൈതന്യ മഹാപ്രഭു രാധാറാണിയുടെ ഭാവത്തിൽ വന്നിട്ട് എന്താ പറയാ കൃഷ്ണനെ മിസ് ചെയ്യുന്നു. അപ്പൊ കൃഷ്ണൻ രാധാറാണിനെ, രാധാറാണി കൃഷ്ണനെ മിസ് ചെയ്യാണ്. അത് രണ്ടുപേരും കൃഷ്ണൻ തന്നെയാണെന്ന് ആലോചിക്കണം. അപ്പോ അവിടെ ആ ഭാവത്തില് മഹാപ്രഭു ചൊല്ലുന്ന ഒരു ശ്ലോകമാണ് നമ്മള് നേരത്തെ കേട്ടത്, മുമ്പത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അതിന്റെ അർത്ഥം ആക്ച്വലി അവിടെ കേട്ടുന്ന ആർക്കും മനസ്സിലായില്ല. അവിടെ ആകെ മനസ്സിലായത് അത് സ്വരൂപദാമോദർ ഗോസ്വാമിക്കാണ്. സ്വരൂപദാമോദർ ഗോസ്വാമി ലളിത സഖിയുടെ ഇൻകാർനേഷൻ. അപ്പൊ സ്വരൂപദാമോദർ ഗോസ്വാമിക്ക് മനസ്സിലായി. പിന്നെ അത് ആകെ മനസ്സിലായത് രൂപഗോസ്വാമിക്കും കൂടിയാണ്. അപ്പൊ ഈ സമയത്ത് അവിടെ രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും അവിടെ മഹാപ്രഭു സന്യാസം എടുത്ത് വന്നതിന് ശേഷം അവിടെ ഏകദേശം 1 വർഷത്തോളം കാലം രൂപഗോസ്വാമിയും സനാതന ഗോസ്വാമിയും അവിടെ മഹാപ്രഭുവിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഹരിദാസ് ഠാക്കൂറും ഉണ്ട്. എന്താ പറയാ, അവരെല്ലാം പിന്നീടാണ് മഹാപ്രഭു അവരെ ഓരോരോ ദിശകളിലേക്ക്, അതായത് ഗോസ്വാമിമാരെ വൃന്ദാവനത്തിലേക്കും ഹരിദാസ് ഠാക്കൂറിനെ നിത്യാനന്ദ പ്രഭുവിന്റെ കൂടെ നവദ്വീപിലേക്കും ഒക്കെ ഹരിനാമ പ്രചാരണത്തിനായിട്ട് വിടുന്നത്. പിന്നെ അതിനുശേഷം ഹരിദാസ് ഠാക്കൂറും ഇവിടെ പുരിയിൽ തന്നെ വന്ന് സിദ്ധബക്കുലിന്റെ അവിടെ അദ്ദേഹത്തിന്റെ എന്താ പറയാ കുട്ടിയിൽ വെച്ച് അവിടെ തന്നെ ഹരിദാസ് ഠാക്കൂറും കൂടുന്നുണ്ട്. അപ്പോ ഇനി രൂപഗോസ്വാമി ഇത് ഈ മഹാപ്രഭുവിന്റെ ഭാവം മനസ്സിലാക്കിയിട്ട് അതിന്റെ ഒരു എന്താ പറയാ ആ ഭാവം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഒരു ശ്ലോകം രചിക്കുകയാണ്. അപ്പൊ അദ്ദേഹം ആ ശ്ലോകം അദ്ദേഹം ആദ്യം പാടും. അപ്പൊ അങ്ങനെ എന്താ വെച്ചാൽ ഓക്കെ ഇനി മറന്നു പോകണമെന്ന് വെച്ചിട്ട് അദ്ദേഹം അതൊരു ഇലയില് അദ്ദേഹം എഴുതി വെക്കും. എഴുതിയിട്ട് എന്താ പറയാ അത് നേരെ അദ്ദേഹത്തിന്റെ കുട്ടിയുടെ എന്താ പറയാ ഓല മേഞ്ഞിരിക്കുന്ന ആ കുട്ടിയുടെ ഇടയിൽ അദ്ദേഹം തിരികെ വെക്കും. തിരികെ വെച്ചിട്ട് അദ്ദേഹം എന്താ പറയാ ഉച്ചക്ക് പ്രസാദം കഴിക്കാൻ, അപ്പൊ അതിന് മുമ്പുള്ള സ്നാനം ചെയ്യാനായിട്ട് കടലിലേക്ക് പോകും. കടലിന് ആ സമയത്താണ് അവിടെ മഹാപ്രഭു വരുന്നത്. അപ്പൊ മഹാപ്രഭു വന്നിട്ട് എന്താ പറയാ ഓക്കെ മഹാപ്രഭുവിന്റെ ഒരു റുട്ടീൻ എങ്ങനെയായിരുന്നു വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും രാവിലെ തൊട്ട് ഉച്ച വരെ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവര് പുരി അമ്പലത്തില് ഫുൾ ടൈം സങ്കീർത്തനായിരിക്കും പുരിയില്. ഓക്കെ, എല്ലാ അസോസിയേറ്റ്സും ഉണ്ടാവും. അങ്ങനെ അവര് ഒരുമിച്ച് സങ്കീർത്തനം ചെയ്യുന്നു. അതിന്റെ എല്ലാം ഡീറ്റെയിൽ ഡിസ്ക്രിപ്ഷൻ വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ഗിവിങ് എ ഗ്ലിംസ്. അപ്പോ അവരിങ്ങനെ ഭയങ്കര കീർത്തനായിരുന്നു അവരുടെ കീർത്തന പാട്ടി. അതായത് ഇങ്ങനെ എന്താ പറയാ ഓരോ സർക്കിളുകളിലായിട്ട് അമ്പലത്തിന്റെ ഉള്ളില്, ഇപ്പൊ നമ്മള് കാണുന്ന ഈ അമ്പലത്തിന്റെ പുരിയിൽ കണ്ടറിയാം, അതിന്റെ ഉള്ളില് നമ്മള് സിംഹദ്വാരത്തിലൂടെ എന്താ പറയാ കിഴക്ക് വശത്തുള്ള ഗേറ്റിന്റെ ഉള്ളിൽ കൂടെ കടന്നു കഴിഞ്ഞാൽ എന്താ പറയാ യമശിലയും അതെല്ലാം കഴിഞ്ഞ് ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് ഭഗവാന്റെ ശ്രീകോവിലിന്റെ ചുറ്റും. അപ്പൊ അവിടെ അവര് ഭയങ്കര ഡാൻസ് കളിയാണ്. അവർ കുറെ സ്ഥലമുണ്ട്. അപ്പൊ അവിടെ എല്ലാവരും കൂടിയിട്ട് ഡാൻസ് കളിക്കുകയായിരുന്നു കീർത്തനം ചെയ്തുകൊണ്ട്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞിട്ട് മഹാപ്രഭു എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എന്താ പറയാ അവരെല്ലാം അത് കഴിഞ്ഞിട്ട് ഉച്ചക്ക് എന്താ പറയാ പ്രസാദം കഴിക്കുന്ന സമയമാകുമ്പോൾ എല്ലാവരും പോയിട്ട് സ്നാനം ചെയ്യും, കടലിൽ പോയിട്ട് അതിനുശേഷം വന്ന് പ്രസാദം കഴിക്കും. ഇനി ഈ ഒരു പ്രക്രിയ തുടങ്ങുന്നതിന് മുമ്പ്, ഈ കീർത്തനം എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് മഹാപ്രഭുവിന്റെ ഒരു റുട്ടീൻ എങ്ങനെയാന്ന് വെച്ചാൽ രാവിലെ മഹാപ്രഭു ഭഗവാനെ ദർശനം എടുക്കാൻ വരും. അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് ഭഗവാന്റെ തന്നെ ഭജന ചെയ്യും. അതിനുശേഷം ഉച്ചക്ക് എന്താ പറയാ പ്രസാദം കഴിക്കുന്നതിന് മുമ്പ് മഹാപ്രഭു പോയിട്ട് രൂപഗോസ്വാമിയെയും സനാതന ഗോസ്വാമിയും ഹരിദാസ് ഠാക്കൂറിനെയും മീറ്റ് ചെയ്യും. അതിനുശേഷമാണ് അദ്ദേഹം പ്രസാദം കഴിച്ചിരുന്നത്. അപ്പോ ഇവിടെ പ്രഭുപാദ് 63-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട് ഭാവാർത്ഥത്തില്, അതായത് ഹരിദാസ് ഠാക്കൂറിനും രൂപഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും ജഗന്നാഥ അമ്പലത്തില് പുരി അമ്പലത്തിലേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ
രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമിയും ആക്ച്വലി അവര് ബ്രാഹ്മണ കുലത്തിൽ തന്നെ ജനിച്ചവരാണ് അവര്. അവരുടെ ആദ്യത്തെ പേര് എന്തായെന്ന് വെച്ച് കഴിഞ്ഞാൽ രൂപ ഗോസ്വാമിയുടെ പേര് അമർ അമർ എന്നും പിന്നെ സനാതന ഗോസ്വാമിയുടെ പേര് സന്തോഷ് എന്നുമായിരുന്നു. പക്ഷെ പിന്നീട് അവിടുത്തെ എന്താ പറയാ മുസ്ലിം രാജാവിന്റെ സേവനത്തില് അവര് ഏർപ്പെട്ടുകൊണ്ട് അവര് മിനിസ്റ്റേഴ്സ് ആയതുകൊണ്ട് അവർക്ക് എന്താ പറയാ മതം മാറേണ്ടി വന്നു. അത് അവിടുത്തെ എന്താ പറയാ അന്ന് കാലത്ത് മുസ്ലിം രാജാക്കള് അങ്ങനെയാണ് അവര് ചെയ്തിരുന്നത്. അവരുടെ അവിടെ സർവീസ് രാജാവിന്റെ സർവീസിൽ നിൽക്കുമ്പോൾ അവര് മുസ്ലിമുകളായിട്ട് അല്ലെങ്കിൽ ആ ഒരു പേരിലാണ് അവർ അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് അവരെ സാഗര മല്ലികാനും ദബീർ ഹാസൻ എന്നുള്ള പേരിൽ അവരറിയപ്പെട്ടിരുന്നത് മിനിസ്റ്റേഴ്സ് ആയിട്ട്. പക്ഷെ അവര് ഇന്റേണലി അവര് എന്താ പറയാ ഒരു ആ ബ്രാഹ്മണ കുലത്തിൽ ജനിച്ചുകൊണ്ട് തന്നെ അവർക്ക് ആ ബ്രാഹ്മണരുടേതായിട്ടുള്ള എല്ലാ ക്വാളിറ്റീസ് ഉണ്ടായിരുന്നു. പക്ഷെ അന്ന് ആ കാലത്ത് കുറേയും കൂടിയും എന്താ പറയാ ഭരണാശ്രമ വ്യവസ്ഥിതികളെല്ലാം കുറേ കൂടിയും സ്ട്രിക്റ്റ് ആയതുകൊണ്ട് ഇവര് മുസ്ലിങ്ങളെ സ്വതവേ എന്താ പറയാ മ്ലേച്ഛന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ യവനന്മാരായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പൊ അവരുടെ കൂടെ ജോയിൻ ചെയ്തുകൊണ്ട് അവരായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നതുകൊണ്ട് ബ്രാഹ്മണരുടെ സൊസൈറ്റിന്ന് അവരെ വിലക്കി. ഇപ്പൊ അങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നം രൂപ ഗോസ്വാമിക്കും സനാതന ഗോസ്വാമിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അവര് മഹാപ്രഭുവിന്റെ ദീക്ഷ സ്വീകരിച്ച അവര് വൈഷ്ണവരായി. പക്ഷെ എന്നിരുന്നാലും കൂടി പുരി അമ്പലത്തിലും അവര് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ് അവിടെ റൂൾസും റെഗുലേഷൻസ് എല്ലാം നോക്കിയിരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഒരു എന്താ പറയാ ഒരു ഇന്റേണൽ പ്രോബ്ലം അവര് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചിരുന്നില്ല രൂപ ഗോസ്വാമി സനാതന ഗോസ്വാമി. അതുകൊണ്ട് അവര് ജഗന്നാഥന്റെ ദർശനം എടുക്കാനായിട്ട് ഒരിക്കലും ഭഗവാന്റെ അമ്പലത്തിൽ ഉള്ളിലേക്ക് പ്രവേശിച്ചിരുന്നില്ല. ഇനി അതുപോലെ തന്നെയാണ് ഹരിദാസ് ഠാക്കൂറും. ഹരിദാസ് ഠാക്കൂറും ആക്ച്വലി പ്രേമവിലാസ് എന്നുള്ള ഒരു ഗ്രന്ഥത്തില് ജാനമാതയുടെ ഡിസൈപ്പിൾ ആയിട്ടുള്ള നിത്യാനന്ദ ദാസ് അദ്ദേഹമാണ് ആ ഗ്രന്ഥം രചിച്ചത്. അതില് ഹരിദാസ് ഠാക്കൂറിനെ പറ്റി പറയുന്നത് ആക്ച്വലി ഹരിദാസ് ഠാക്കൂറും ഒരു ബ്രാഹ്മണ ഫാമിലിയിൽ തന്നെയാണ് ജനിച്ചത്. പക്ഷെ അയാള് അതായത് ഹരിദാസ് ഠാക്കൂറിന്റെ അച്ഛൻ ആക്ച്വലി ഒരു എന്താ പറയാ രാജാവിന്റെ കാസിയുടെ കീഴിൽ ജോലി ചെയ്തിരുന്നതുകൊണ്ട് ഹരിദാസ് ഠാക്കൂറിനെയും എന്താ പറയാ മുസൽമാനായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. പിന്നെ ഹരിദാസ് ഠാക്കൂറിന്റെ എന്താ പറയാ ബ്രഹ്മാജിക്ക് ചെറിയൊരു എന്താ പറയാ ശാപം ഉണ്ടായിരുന്നു. എന്താ പറയാ യവന കുലത്തിൽ വന്ന് പിറക്കാൻ ഉള്ള ഒരു ശാപം കിട്ടിയിരുന്നു. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ ബ്രഹ്മാജി ഹരിദാസ് ഠാക്കൂറായിട്ട് വന്നപ്പോ അതിന്റെ ആ ലീലയുടെയും ഭാഗമായിട്ടാണ് ഹരിദാസ് ഠാക്കൂറും ആ ഫാമിലിയിൽ ജനിക്കേണ്ടി വന്നത്. പക്ഷെ ഇവരെല്ലാം നമ്മളിവിടെ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ അവരെല്ലാം എന്താ പറയാ ടോപ്പ് ക്ലാസ് വൈഷ്ണവരായിരുന്നു. ചില പ്രഭുപാദ് പറയുന്നുണ്ട് ഇനിയിപ്പോ എന്താ പറയാ അമ്പലത്തിനുള്ളിൽ കയറാൻ കഴിഞ്ഞില്ലെങ്കിലും നമ്മൾക്ക് ആ വിഷമമൊന്നും വേണ്ട. കാരണം നമുക്ക് മഹാപ്രഭു തന്ന ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് നമ്മുടെ കയ്യിലുണ്ട്. എന്താണ്? ഹരേ കൃഷ്ണ മഹാമന്ത്രം നമ്മൾ ജപിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ കഴിയുന്നിടത്തോളം കാലം നമുക്ക് ഇതിനെപ്പറ്റി ആലോചിച്ച് വിഷമം വേണ്ട. പിന്നെ നമ്മള് ആസ് എ വൈഷ്ണവ നമ്മൾ ഒരിക്കലും എന്താ പറയാ ഭഗവാൻ ഓരോ സ്ഥലങ്ങളിലും ഓരോ ഭാവത്തിലാണ് ഓരോന്നും ഭഗവാൻ ഓരോ ലീലകളും ചെയ്യുന്നത്. ഓരോ അമ്പലങ്ങളിലും അങ്ങനെ തന്നെയാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ അവിടെ പോയിട്ട് നമ്മള് അതിന്റെ ഒരു എന്താ പറയാ ഒരു ഡിസ്റ്റർബൻസ് നമ്മള് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കരുത്. നമ്മള് എന്താ പറയാ ഭഗവാന്റെ നാമം ജപിച്ച് നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാനാണ് ശ്രീല പ്രഭുപാദ് നമുക്ക് ഇവിടെ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗോസ്വാമിയാരും നമുക്ക് കാണിച്ചു തരാണ് നമ്മളും ഇങ്ങനെ തന്നെയാണ് ബിഹേവ് ചെയ്യേണ്ടത്. അവർക്ക് വേണമെങ്കിൽ ഭഗവാന്റെ കയറി അമ്പലത്തിൽ കയറി ദർശനം എടുക്കാമായിരുന്നു. പക്ഷെ എന്നാലും അവര് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ടാന്ന് വെച്ചാൽ അത് ഭഗവാൻ അത് ആഗ്രഹിക്കുന്നില്ല. ഭഗവാൻ അങ്ങനത്തെ ഒരു മൂഡിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഭഗവാൻ അവരുടെ അവിടുത്തെ പാണ്ഡാസുമായിട്ട് അങ്ങനെ ഭയങ്കര ക്ലോസ്ലി അസോസിയേറ്റഡ് ആയിട്ടാണ് ഭഗവാൻ ഇരിക്കുന്നത്. അപ്പൊ ഓക്കെ, നോ പ്രോബ്ലം. ഭഗവാൻ അങ്ങനെയാണെങ്കിൽ ഓക്കെ, അത് ഭഗവാന്റെ ഇച്ഛയെന്ന് പറഞ്ഞ് നമ്മള് മാറിക്കണം. അത് അവരുടെ ഏറ്റവും നല്ല എന്താ പറയാ അവരുടെ ആ വിനയമാണ് നമുക്ക് ഇതിലൂടെ കാണിച്ചു വരുന്നത്. അപ്പൊ നമ്മളും അവരുടെ എന്താ പറയാ നമ്മളെല്ലാവരും രൂപാനുകാസം എന്നാ പറയുന്നത് അല്ലെ. അതായത് അത് ആദ്യത്തില് ആദിലീലയില് ആദ്യത്തെ ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഗോസ്വാമിമാരെ നമ്മള് അവരുടെ അവരുടെ ചരണത്തില് ഞാൻ എന്റെ സാദര പ്രണാമം അർപ്പിക്കുന്നു. ഞാൻ എന്തിനാ അത് ചെയ്യുന്നത്? അഭിഷ്ടഫുറാൻ എന്റെ എല്ലാ എന്താ പറയാ ആധ്യാത്മികമായി എന്റെ ജീവിതപാതയിൽ വരുന്ന എല്ലാ എന്താ പറയാ എന്റെ എല്ലാ തടസ്സങ്ങളും മാറിക്കിട്ടുകയും ചെയ്യും. എന്റെ ആധ്യാത്മികമായിട്ടുള്ള എല്ലാ ഇച്ഛകളും എനിക്ക്
നടന്നു കിട്ടും. എൻ്റെ എല്ലാ ആധ്യാത്മിക ആഗ്രഹങ്ങളും പൂർത്തീകരിക്കും. അതായത് ആരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ, ഗോസ്വാമിമാരുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. അപ്പൊ അതിന് ഭാവാർത്ഥത്തിൽ ശ്രീല പ്രഭുപാദ് പറയുന്നുണ്ട്, നമ്മളെപ്പോഴും ഒരു ഗൗഡിയ വൈഷ്ണവനാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും എന്താ പറയാ ഗോസ്വാമിമാരെ അവർക്ക് പ്രണമിക്കാതെ അല്ലെങ്കിൽ അവരുടെ കൃപയില്ലാതെ നിങ്ങൾക്ക് ഒരിക്കലും ഭഗവാനെയോ രാധാണിയോ മഹാപ്രഭുവിനെയോ കിട്ടില്ല എന്നുള്ളത്. അപ്പോ നമുക്ക് അത്രയ്ക്കും എന്താ പറയാ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആൾക്കാരാണ് റൂപ ഗോസ്വാമിയും സനാതന ഗോസ്വാമിയും എല്ലാം. പിന്നെ നാമാചാര്യാണ് ഹരിദാസ് ഠാക്കൂർ. അപ്പൊ അവര് കാണിച്ചു തന്ന അവര് ഒരു എക്സാമ്പിൾ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് നമ്മുടെ മുമ്പില്. അപ്പൊ അത് നമ്മള് ഫോളോ ചെയ്യാം. ഇഫ് നമ്മളെ അമ്പലത്തിൽ കയറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മള് ആയിട്ട് ഇനി കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കില്ല. എന്താ പറയാ ഭഗവാന്റെ കൃപ കൊണ്ട് ഇപ്പോ അങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. നമുക്ക് എല്ലാവർക്കും ദർശനം എടുക്കാൻ പറ്റുന്നുണ്ട്. എനിവേ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് പറയണം. ഓക്കെ, നമുക്കിനി അടുത്ത 64ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. महाप्रभु जगन्नाथ तेरा उपला भोगाधिकिया निज गृह याना तिनेरा मिलिया. ശബ്ദാർത്ഥം. മഹാപ്രഭു ശ്രീ ചൈതന്യ മഹാപ്രഭു ജഗന്നാഥേരെ ഭഗവാൻ ജഗന്നാഥന്റെ ഉപലഭോഗ ശിലയിൽ നിവേദ്യം അർപ്പിക്കുന്നത് ദേഖിയ ദർശിച്ചതിനു ശേഷം നിജഗൃഹെ സ്വന്തം ഗൃഹത്തിലേക്ക് യാന പോകുന്നു. ഇവർ തീനേര 3 മിലിയ ഒത്തുചേരൽ. വിവർത്തനം ഭാവാർത്ഥം ബൈ ശിലപ്രഭുപാദ് കി ജയ്. ശ്രീ ചൈതന്യ മഹാപ്രഭു എല്ലാ ദിവസവും പതിവായി ജഗന്നാഥ ക്ഷേത്രത്തിലെ ഉപലഭോഗ ചടങ്ങ് ദർശിച്ചിരുന്നു. ഇതിനുശേഷം സ്വഗൃഹത്തിലേക്ക് പോകുന്ന വഴി ഈ 3 മഹത് വ്യക്തികളെയും സന്ദർശിക്കുക പതിവായിരുന്നു. ഭാവാർത്ഥം. ഉപലഭോഗം എന്നത് ഗരുഡസ്തംഭത്തിന് പിന്നിലെ ഒരു ശിലാഫലകത്തിൽ ചെയ്യുന്ന പ്രത്യേക തരത്തിലുള്ള നിവേദ്യമാണ്. ആ ശിലാഫലകം ഉപല എന്ന് വിളിക്കപ്പെടുന്നു. എല്ലാ ഭക്ഷണ പദാർത്ഥങ്ങളും ജഗന്നാഥന്റെ തിരുനടയിൽ ശ്രീകോവിനുള്ളിലാണ് നിവേദിക്കുന്നത്. എന്നാൽ ഈ നിവേദ്യം പൊതുജനങ്ങൾക്ക് കാണാവുന്ന വിധത്തിൽ ശിലാഫലകത്തിൽ സമർപ്പിച്ചിരുന്നു. അതിനാൽ ഇതിനെ ഉപലഭോഗമെന്ന് വിളിക്കുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഉപലഭോഗ, അതായത് ഇപ്പൊ മഹാപ്രഭുവിന്റെ റുട്ടീൻ ഇവിടെ പറയുന്നുണ്ട്. ഉപലഭോഗ എന്നുള്ള ഭഗവാന് ജഗന്നാഥനുള്ള ഉപലഭോഗ സമർപ്പിക്കുന്നത് കണ്ടതിന് ശേഷം മഹാപ്രഭു ഗംഭീരയിലേക്ക് തിരിച്ചു പോകും മഹാപ്രഭുവിന് പ്രസാദം കഴിക്കാനായിട്ട്. അപ്പൊ മഹാപ്രഭു പ്രസാദം കഴിക്കുന്നതിന് മുമ്പ് ഇവരെല്ലാവരെയും 3 പേരെയും ദർശിച്ചിട്ടാണ് മഹാപ്രഭു ഗംഭീരയിലേക്ക് തിരിച്ചു പോകുന്നത്. ഇപ്പൊ ഉപലഭോഗനെ പറ്റിയിട്ട് ആക്ച്വലി ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ അമൃത പ്രവാഹ ഭാഷയിൽ ഭക്തിവിനോദ് ഠാക്കൂർ പറഞ്ഞ കാര്യം തന്നെയാണ് പ്രഭുപാദം കോട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഉപലഭോഗ എന്നുള്ളത് എന്താണെന്നാണ് പുറപ്പെട്ടില് പറഞ്ഞിരിക്കുന്നത്. അതായത് ഉപല എന്ന് വെച്ച് കഴിഞ്ഞാൽ കല്ല്. കല്ലില് വെച്ച് ഭഗവാന് ഭക്ഷണ പദാർത്ഥങ്ങളെല്ലാം ഓഫർ ചെയ്യും. ആ കല്ല് എവിടെയാണ്? ഗരുഡ സ്തൂപത്തിന്റെ തൊട്ട് ബാക്കിലായിട്ടുള്ള സ്റ്റോൺ സ്ലാബില് വെച്ചിട്ടാണ് ഭഗവാന്റെ പ്രസാദം എല്ലാം ഓഫർ ചെയ്യുന്നത്. അപ്പൊ ഈ ഉപലഭോഗത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട്. ഭക്തിവിനോദ് ഠാക്കൂർ പറയണെന്ന് വെച്ചാൽ ജഗന്നാഥന് എങ്ങനെയാ വെച്ചാൽ ഡെയിലി അല്ല, കണ്ടിന്യൂസ് ആയിട്ട് പ്രസാദം ഓഫർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവര്. അതായത് ഒരു പ്രസാദം കഴിച്ച് കൈ ഉണങ്ങുന്നതിന് മുമ്പ് അടുത്ത പ്രസാദം വരും. അപ്പൊ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രസാദം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാ പ്രസാദവും ജഗന്നാഥിന്റെ നേരെ എന്താ പറയാ മണിമണ്ഡപത്തിൽ അല്ലെങ്കിൽ ഭഗവാന്റെ ശ്രീകോവിലിന്റെ ഉള്ളിലേക്ക് കൊണ്ടുപോയിട്ടാണ് അവര് ഓഫർ ചെയ്യുന്നത്. പക്ഷെ ഉച്ചക്ക് ഈ 12 മണിക്ക് ശേഷമുള്ള ഈ ഉപലഭോഗ എന്ന് പറയുന്നത്, അതായത് 12 മണിക്ക് ശേഷം കൊടുക്കുന്ന ഭോഗമാണ് ഭയങ്കര ഗ്രാൻഡ് ഭോഗമാണ്. അതായത് അതില് കുറെ ഐറ്റംസ് ഉണ്ടാവും ഭഗവാന്. ആ ഭോഗ എന്ന് പറയുന്നത് ആ സമയത്ത് ഭയങ്കര ഗ്രാൻഡ് ആയി കൊടുക്കുന്ന ആ ഭോഗ അവര് ശ്രീകോവിലേക്ക് കൊണ്ടുപോകാതെ ഗരുഡസ്തംഭത്തിന് ബാക്കില് ഉള്ള ഈ കല്ലിന്റെ ഈ പലകയിൽ വെച്ചിട്ടാണ് ഭഗവാന് ഓഫർ ചെയ്യുന്നത്. അപ്പൊ കല്ലിന്റെ പലകേനെ ഒഡിയ ഭാഷയിൽ പറയുന്നത് ഉപ്പല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഉപ്പല ഭോഗ എന്ന് പറയുന്നത്. ആ കല്ലിന്റെ പലകയിൽ വെച്ച് ഭഗവാന് പ്രസാദം ഓഫർ ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് അതിന് ഉപ്പല ഭോഗ എന്ന് പറയുന്നത്. ഇനി അതിനുശേഷം ആ ഭോഗ എന്താ പറയാ നേരെ വിമലാദേവിക്കും ഓഫർ ചെയ്ത് പിന്നെ നേരെ ആനന്ദ ബസാറിൽ പോകും. ആനന്ദ ബസാറിൽ നമുക്ക് എല്ലാവർക്കും അവിടെ വരുന്ന എല്ലാ ഭക്തന്മാർക്കും കഴിക്കാം. അപ്പൊ ഈ ഉപ്പല ഭോഗ ഓഫർ ചെയ്യുന്ന സമയത്ത് അവിടേക്ക് ഭഗവാന്റെ അമ്പലത്തിലേക്ക് എന്താ പറയാ ഭഗവാന്റെ ദർശനം എടുക്കാൻ പറ്റില്ല.
ആ സമയത്ത് ഫുൾ ബോഗ് ഓഫർ ചെയ്യുന്ന ടൈമായിരിക്കും. അപ്പോ എന്താ പറയാ, ഈ ഗരുഡ സൂപത്തിന്റെ ബാക്കില് എന്തിനാണ് അത് വെക്കുന്നതെന്നുള്ളതിന് അതിനും ചെറിയൊരു ഇത് പറയുന്നുണ്ട്. അതായത് നമ്മളെപ്പോഴും ഭഗവാന്റെ ദർശനം എടുക്കുമ്പോൾ, ജഗന്നാഥന്റെ ദർശനം എടുക്കുമ്പോൾ ഗരുഡസ്തൂപത്തിന്റെ ബാക്കിൽ നിന്നുകൊണ്ട് ഗരുഡസ്തംഭത്തിൽ പിടിച്ചുകൊണ്ട് വേണം നമ്മുടെ ഭഗവാനെ ദർശിക്കാനെന്നും പറയും. ഒരു ഐതിഹ്യം കൂടി ഉണ്ട് അതിന്റെ പിന്നില്. ഇവൻ മഹാപ്രഭുവും അങ്ങനെ തന്നെയാണ് ജഗന്നാഥന്റെ ദർശനം എടുത്തിരുന്നത്, ഗരുഡസ്തൂപത്തിന്റെ ബാക്കിൽ നിന്നിട്ട്. അതും ഗരുഡസ്തൂപത്തിന്റെ ബാക്കിൽ ഗരുഡസ്തൂപത്തിനെ പിടിച്ചല്ല, ചില സമയത്ത് അതിന്റെ ബാക്കില് അവിടെ ഒരു ചുമരുണ്ട്, ആ കല്ലിന്റെ ചുമരില് ചാരി നിന്നിട്ടാണ് മഹാപ്രഭു ജഗന്നാഥന്റെ ദർശനം എടുക്കാൻ. അവിടെ എപ്പോഴും പോയാൽ കാണാം മഹാപ്രഭു ആ ചാരി നിന്ന് ദർശനം എടുക്കുന്ന സമയത്ത്, ജഗന്നാഥനെ കാണുന്ന സമയത്തല്ല, മഹാപ്രഭുവിന് ഭയങ്കര ഇന്റൻസ് സെപ്പറേഷൻ ഫീൽ ചെയ്യും. ആ പ്രേമരസം വല്ലാതെ വരുന്ന സമയത്ത് മഹാപ്രഭു ഇവിടെ കല്ലുമ്മ ഇങ്ങനെ അമർത്തല്ലോ, അപ്പൊ അവിടെ കല്ല് വരെ മെൽറ്റായിട്ട് അവിടെ ഒന്നും ചെറുതായിട്ട് മഹാപ്രഭു കൈ വെച്ച സ്ഥലങ്ങളിലെല്ലാം എന്താ പറയാ ചെറുതായിട്ട് കല്ലൊന്ന് ഉള്ളിലേക്ക് വേണ്ട, അല്ലെങ്കിൽ മഹാപ്രഭുവിന്റെ കൈ വെച്ച പാടുകൾ ഇപ്പോഴും ആ കല്ലുമ്മയുണ്ട്. നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ അത് കാണാൻ പറ്റും. മഹാപ്രഭു ഇങ്ങനെ കൈ വെച്ചിട്ടാണ് ജഗന്നാഥനെ ദർശനം. അപ്പൊ ഈ രണ്ട് കൈ ഇങ്ങനെ വെച്ചിരിക്കുന്ന ആ കൈയിന്റെ ഫിംഗർ പ്രിന്റ്സ് അവിടെ കല്ലിലുണ്ട്, അത് നമുക്ക് കാണാം. പിന്നെ ഒരിക്കൽ മഹാപ്രഭു ഇതുപോലെ ഗരുഡസ്തംഭത്തിന്റെ ബാക്കിൽ നിന്നിട്ട് ഗരുഡസ്തംഭത്തിൽ പിടിച്ച് ജഗന്നാഥനെ കാണുന്ന സമയത്ത് ഒരു മാതാജി, ഒരു കുറച്ച് വയസ്സായിട്ടുള്ള ഒരു അമ്മൂമ്മ, ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീ, അദ്ദേഹം അവർക്ക് കാണാൻ കഴിയുന്നില്ല ജഗന്നാഥനെ. ജഗന്നാഥനെ കാണാനുള്ള ആഗ്രഹത്തില് അവരെന്ത് ചെയ്യുന്ന വെച്ചാൽ തിക്കിലും തിരക്കിലായിരിക്കും. അപ്പൊ അവര് നോക്കുമ്പോ എന്താ പറയാ ആരോ ഉണ്ടാവും. അപ്പൊ അതൊന്ന് ചവിട്ടി അവര് പിടിച്ചു കയറി നോക്കുമ്പോ അത് അവര് ചവിട്ടി നിൽക്കുന്നത് മഹാപ്രഭുവിന്റെ മേല. മഹാപ്രഭുവിന്റെ മേലില് എന്താ പറയാ തോളില് ചവിട്ടി കയറിയിട്ടാണ് അവര് ജഗന്നാഥന്റെ ദർശനം എടുക്കുന്നത്. അപ്പൊ മഹാപ്രഭു ഒന്നും പറയാതെ, അപ്പൊ സ്വർഗോസ്വാമി ഇത് കാണുമ്പോ നിങ്ങൾ ഇറങ്ങുമെന്ന് കൊണ്ട് ഒച്ച വെക്കും. അപ്പൊ മഹാപ്രഭു പറഞ്ഞാവില്ല, അവരെ ശല്യപ്പെടുത്തണ്ട, അവര് ദർശനം എടുക്കട്ടെ എന്ന് പറയും. അങ്ങനെ അപ്പൊ അപ്പോഴായിരിക്കും ആ സ്ത്രീയും കാണും, അയ്യോ ഞാനൊരു സന്യാസിയുടെ മേലെ ചവിട്ടി നിൽക്കണേ. അപ്പൊ മാതാജി വേഗം ഇറങ്ങി നിന്നിട്ട് മാപ്പ് പറയും. അപ്പൊ മഹാപ്രഭു പറയും, നിങ്ങൾക്ക് ഇത്രയും എന്താ പറയാ, നിങ്ങൾക്ക് ഭയങ്കര ഒരു ഇന്റൻസ് ഫീലിംഗ് ഉണ്ടല്ലേ ജഗന്നാഥനെ കാണാനായിട്ട്. എനിക്ക് അത്രമാത്രം പോലും ഇല്ല. എനിക്ക് നിങ്ങളുടെ ആ എന്താ പറയാ ആ തീവ്രമായ ആഗ്രഹം ഉണ്ടല്ലോ ജഗന്നാഥനെ കാണാനുള്ളത്, അത് ദയവായി എനിക്ക് കിട്ടാനായിട്ട് എനിക്ക് നിങ്ങളെന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞ് മഹാപ്രഭു അവരോട് അപേക്ഷിക്കുന്നുണ്ട്. അപ്പൊ ജസ്റ്റ് പറഞ്ഞത് മാത്രം ഗരുഡസ്തംഭത്തിന്റെ പിന്നില്. അപ്പൊ ഗരുഡസ്തംഭത്തിന്റെ ബാക്കില് നിന്ന് നമ്മള് ദർശനം എടുക്കണമെന്ന് എന്തിനാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഗരുഡൻ എപ്പോഴും ഭഗവാന്റെ സന്തത സഹചാരിയാണ് അല്ലെ. എപ്പോ വേണമെങ്കിലും ഭഗവാനെ സെർവ് ചെയ്യാനായിട്ട് റെഡിയാണ്. അപ്പൊ ഗരുഡൻ ഈസ് ഓൾസോ എന്താ പറയാ ഭയങ്കര ഒരു നല്ലൊരു ഭക്തനാണ്. അപ്പൊ ആ ഭക്തന്റെ ബാക്കിൽ നിന്ന് നമ്മൾ കൊള്ളുമ്പോൾ എപ്പോഴും നമ്മള് ഭക്തന്മാരെ അനുഗമിക്കാൻ വേണ്ടത് അല്ലെ. ഭഗവാൻ എന്താ പറയണേ, ആരാണോ എന്റെ ഭക്തനാണെന്ന് ക്ലെയിം ചെയ്യുന്നത് അയാൾ എന്റെ ഭക്തനല്ല. ആരാണോ ക്ലെയിം ചെയ്യുന്നത് എന്റെ ഭക്തന്റെ ഭക്തനാണെന്ന് പറയുന്നത് അയാളാണ് എന്റെ ശരിയായ ഭക്തൻ എന്ന് പറയുന്നത്. നമ്മളെപ്പോഴും ഭക്തന്റെ ഭക്തനായിരിക്കണം അല്ലെ, ദാസാനുദാസനായിരിക്കണം നമ്മള്. അപ്പൊ അതുകൊണ്ട് എന്താ പറയാ അത് കുറെ കൂടി പ്ലീസിങ് ആണ് ജഗന്നാഥന് ഗരുഡസ്തംഭത്തിന്റെ ബാക്കിൽ നിന്ന് തോന്നുന്നത്. നമുക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോ എന്താ പറയാ ഇവിടെ ഗരുഡസ്തംഭത്തിന്റെ ബാക്കിൽ ആ സ്റ്റോണിന് വെച്ചിട്ട് ഓഫർ ചെയ്യുമ്പോൾ ജഗന്നാഥനും എന്താ പറയാ കുറെ കൂടി പ്ലീസിങ് ആണ് ജഗന്നാഥന് അത്. അതുകൊണ്ടാണ് ഉച്ച നേരത്തുള്ള ആ ഗ്രാൻഡ് ബോഗ അവിടെ വെച്ചിട്ട് എന്താ പറയാ ജഗന്നാഥന് ഓഫർ ചെയ്യുന്നത്. അപ്പൊ അത് എന്താ പറയാ അത് എന്താ പറയാ അവിടെ എന്താ പറയാ അവിടേക്ക് കയറാനായിട്ട് ഉള്ള സൈഡിൽ അവിടെ ബ്ലോക്ക് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. അപ്പൊ എല്ലാവർക്കും വരുന്നവർക്ക് അവിടെ നിൽക്കുന്ന എല്ലാവർക്കും കാണാൻ പറ്റും ജഗന്നാഥനെ എങ്ങനെയാണ് ഇത്രയും ഗ്രാൻഡ് ആയിട്ടുള്ള ഓഫറിങ് നടക്കുന്നത് എന്നുള്ളത്. അത് ജനങ്ങൾക്കും കാണാൻ വേണ്ടിയിട്ടാണ് അവിടെ ആ കല്ലിൽ വെച്ച് ഭഗവാന് ഓഫർ ചെയ്യുന്നത്. ഓക്കെ, ഹരേ കൃഷ്ണ. ഓക്കെ, ഞാൻ അടുത്ത ശ്ലോകം കൂടി വായിക്കാം. ശ്ലോകം 65. ഏതിന മധ്യയവേ താകേ ജാന താനിരാസിയ പനെ മിലേ പ്രഭുരാനിയമ. ഹരേ കൃഷ്ണ. വാക്കുകളുടെ അർത്ഥം: ഏയ്തിന മധ്യേ ഈ മൂവരിൽ, യബേ എപ്പോൾ, ധാകെ അവശേഷിക്കുന്ന, ഏയ് ജന ആ വ്യക്തി, താൻറെ അദ്ദേഹത്തിന്, ആസി വരുക,
ആപ്പനെ മിലെ സ്വയം സന്ധിച്ചു. പ്രഭുര ശ്രീ ചൈതന്യ മഹാപ്രഭുവിന്റെ നിയമ പതിവായ ശീലം. വർത്തനം ബൈ ശിലപ്രഭുപാദ്. ഈ മൂവരിൽ ഒരാൾ സന്നിഹിതനല്ലെങ്കിൽ അവിടുന്ന് മറ്റുള്ളവരെ സന്ധിക്കും. അതായിരുന്നു അവിടുത്തെ പതിവായുള്ള ശീലം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ, നമുക്ക് ഇവിടെ വെച്ച് നിർത്താം. അടുത്ത 66 തൊട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം. ഓക്കെ, ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഹരേ കൃഷ്ണ. हरे कृष्ण कीर्तन गणराज श्री चंद्र शताब्दम की जय। कृष्णदास गौराज गोस्वामीपाद की जय। श्रील प्रभुपाद की जय। वांछा कल्पतरुभ्यश्च कृपा सिन्धुभ्येव च पतितानां पावनेभ्यो वैष्णवेभ्यो अनंत ഹരേ कोटि കൃഷ്ണ. താങ്ക് യു പ്രഭു. താങ്ക് യു സോ മച്ച് പ്രഭു. Hare Krishna. ഹരേ കൃഷ്ണ. हरे ഹരേ കൃഷ്ണ. പ്രണാമം. താങ്ക് യു പ്രഭു. വളരെ Hare- ഗംഭീരമായ ക്ലാസ് പ്രഭു എടുത്തു. ഞാൻ ഇന്നാണ് പ്രഭുവിന്റെ ക്ലാസ് കേൾക്കുന്നത്. ഇതിനു മുമ്പ് പ്രഭു ക്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് നേരിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. താങ്ക് യു പ്രഭു. വളരെ നല്ല ക്ലാസ്. നെക്സ്റ്റ് ജനറേഷനില് പ്രഭു ഇത്രയും നന്നായി ക്ലാസ് എടുക്കുമെന്ന് ഞാൻ അറിഞ്ഞതേ ഇല്ല. അമ്മ അച്ഛനൊക്കെ സൂപ്പറാണ് ക്ലാസ് എടുക്കാൻ. മോനും അതേപോലെ അതിനേക്കാളും ഒരു പടി മേളിലാണെങ്കിലേ ഉള്ളൂ. സന്തോഷം. हरे कृष्ण bro. हरे कृष्ण bro. പ്രണാമം. എന്ത് പറയുന്നു പ്രഭു? സുഖാണോ പ്രഭു? ഹരേ കൃഷ്ണ. സുഖമായിട്ടിരിക്കുന്നു. ഗൾഫിലാണല്ലേ പ്രഭു? ആ, ഞാൻ ഇപ്പൊ ബഹ്റൈനിലാണ് ബ്രോ. കുറെ നാളായി കണ്ടിട്ട്. സന്തോഷം, സന്തോഷം, വളരെ സന്തോഷം. പ്രഭു കല്യാണമൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് തടിച്ചിട്ടുണ്ട്. ആ, അതൊരു എന്താ പറയാ, സുന്ദരൻ, ആള് സുന്ദരനാണ്, ക്ലാസ്സും സൗന്ദര്യമുള്ളതാണ്. താങ്ക് യു. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു പ്രഭു. ഹരേ ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. കൃഷ്ണ. ആർക്കെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കുക, ഇല്ലെങ്കിൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഓക്കെ. ഓക്കെ, ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓക്കെ പ്രഭു, ക്ലോസ് ചെയ്യാം. താങ്ക് യു പ്രഭു.